ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിനെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം സച്ചി പൊളിച്ചടക്കുന്നതും പിന്നെ അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാമാണ് പറയുന്നത്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക. ഒരിക്കൽ നമ്മുടെ സച്ചി സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം തെളിവ് സഹിതം വീട്ടുകാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങളൊന്നും സുധിക്ക് അറിവുണ്ടായിരിക്കില്ല. കാരണം സുധി ജോലിക്ക് പോയ സമയത്താണ് സച്ചി എല്ലാം എല്ലാവരോടുമായിട്ട് പറയുന്നത്. അങ്ങനെ സുധി വീട്ടിലെത്തി അന്നത്തെ സംഭവങ്ങളെല്ലാം വലിയ ഗമയിൽ അങ്ങ് പറയുവാണ് കേട്ടോ. ഇന്ന് കാർ എടുക്കാൻ വന്നതാരാന്നറിയോ? സുധിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാണ്, വിജയാണ്. എന്നോടാണ് കേട്ടോ കാറിന്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ സച്ചി അവിടെ നിൽപ്പുണ്ട്. സച്ചി അത്ഭുതത്തോടെ ചോദിക്കുകയാണ്, ഓ വിജയൊക്കെ വന്നിരുന്നോ? ചന്ദ്രമതി ഈ സുധിയോട് പറയുന്നുണ്ട്, എടാ നീ ഒന്നും മിണ്ടാതിരിക്കുക, കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ചന്ദ്രമതിയോട് സച്ചി പറയും, അതെന്താ അമ്മേ അവനെ പറയാൻ അനുവദിക്കാത്തത്? അവൻ പറയട്ടെ, അവൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, അതവൻ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നൊക്കെ. ഏതായാലും സുധി വീമ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാറിന് പകരം വിജയ് 2 കാർ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അത് മാത്രമല്ല, 2 കാറൊക്കെ ഞാൻ മൂലം ബുക്ക് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് ശമ്പളമൊക്കെ ഇരട്ടിയാക്കി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. കേട്ടോ ശ്രുതി, അടുത്ത മാസം മുതലേ എനിക്ക് ശമ്പളം ഇരട്ടിയാ. ശ്രുതിയാണെങ്കിലേ അതൊന്നും കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്തതുപോലെ വിഷമഭാവത്തോടെ തന്നെ നിൽക്കുകയാണ്. ഒക്കെ കേട്ടിട്ടും ശ്രുതിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തതെന്ന് ചിന്തിച്ചു പോകുന്നുണ്ട് സുധിയും. ഏതായാലും സച്ചി പറഞ്ഞു തുടങ്ങുകയാണ്. സുധിയോടായിട്ട് പറയുവാണ് സച്ചി, എന്നാലേ ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. നീ രാവിലെ ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് എവിടേക്കാ പോയിരിക്കുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ. ടി വിയിൽ എല്ലാവരും ഒരു തവണ ഇത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്നെക്കൂടെ ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതും പറഞ്ഞ് സച്ചി TV ഓൺ ആക്കുകയാണ് ചെയ്യുന്നത്. വീലൊരു പാർക്കിന്റെ വിഷ്വൽ കാണുമ്പോൾ സുധി ചോദിക്കുന്നുണ്ട്, അല്ല ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ള പാർക്കല്ലേ? സച്ചി അപ്പോൾ പറയും, ആ അപ്പം നിനക്ക് ഈ പാർക്ക് അറിയാമല്ലേ, ഏതായാലും ബാക്കി വരാൻ പോകുന്നതുകൂടെ നീ കാണുമെന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ സച്ചി കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതും സുധിക്ക് പിന്നെ കമാന്നൊരക്ഷരം മിണ്ടാൻ സാധിച്ചിട്ടില്ല. സ്തബ്ധനായി അങ്ങ് നിന്നു പോവുകയാണ്, ശരിക്കും സ്റ്റക്കായി നിന്നു പോവുകയാണ് സുധി. ഇപ്പം നിനക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ. നീ രാവിലെ ജോലിക്കാണെന്നും പറഞ്ഞ് പോകുന്നതേ എങ്ങോട്ടാ? പാർക്കിൽ പോയിരിക്കാൻ. ഞാൻ ഇന്ന് അതെല്ലാം കണ്ടടാ മോനെ. നീയപ്പോൾ എല്ലാവരെയും പറ്റിച്ച് രാവിലെ ജോലിക്കാണെന്ന് പറഞ്ഞ് പോകുന്നത് അവിടെ പോയി വെറുതെ ഇരിക്കാനാണല്ലേ? അതേസമയം രവീന്ദ്രൻ സുധിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതെന്ന്. സുധി ആ സമയം നോക്കുന്നത് ചന്ദ്രമതിയുടെ മുഖത്തേക്കായിരിക്കും. അപ്പം അതിൽ നിന്ന് തന്നെ ചന്ദ്രമതിക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു എന്നുള്ളത് സച്ചിക്ക് മനസ്സിലാവുകയാണ്. ആഹാ, അപ്പം അമ്മയ്ക്ക് ഇക്കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് രാവിലെ അമ്മ ഇവന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ചോറും കറികളും ഒക്കെ ആക്കിക്കൊടുത്ത് ഇവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. ഇന്ദ്രന് ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട്, നിനക്കറിയായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം എന്ന്. എന്തായാലും ചന്ദ്രമതി എനിക്ക് അറിയാമായിരുന്നു എന്ന് തന്നെ സമ്മതിക്കുകയാണ്. അപ്പം ഇതുകൂടെ കേൾക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ ദേഷ്യം കൊണ്ട് ചന്ദ്രമതിയോടായിട്ട്, അന്ന് നീ ആധാരം എന്നോട് പറയാതെ കൊണ്ടുപോയി പണയം വെച്ചു, ഇന്നതേ ഇവന് ജോലിയില്ലാത്ത കാര്യം എന്നോട് മറച്ചു വെച്ചു. ഇതാണ് അപ്പം നീ അന്ന് ഞങ്ങൾ വണ്ടി എടുക്കാൻ വന്നപ്പോൾ അതും ഇതും പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടത്. അന്ന് ഷോറൂമിൽ വെച്ച് ഇങ്ങനെ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്നെങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ഞാനും വർഷയും ആകെ നാണം കെട്ടുപോയനെ എന്നൊക്കെ പറഞ്ഞ് വീന്ദ്രൻ ചന്ദ്രമതിയെ കണക്കിന് കുറ്റപ്പെടുത്തുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരിക്കും. ഇത് സച്ചി പറയുന്നുണ്ട് കേട്ടോ, ഇന്ന് കുറച്ച് ദിവസം ആ കാർ എൻ്റെ കയ്യിൽ നിന്നും പോയപ്പോൾ നീ എന്നോട് എന്താ പറഞ്ഞത്? ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവനെന്നല്ലേ? ഒലിയും കൂലിയില്ലാതെ വെറുതെ പാർക്കിൽ പോയിരിക്കുന്ന നീയാണ് അന്ന് എന്നെ കളിയാക്കിയത്. എവതി പുറത്തൊരു പൂക്കട ഇട്ടപ്പോഴും എൻ്റെ സ്റ്റാറ്റസിനെ അത് ബാധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേടാ നീ. ഇപ്പം എവിടെ പോയി നിന്റെ സ്റ്റാറ്റസ് എന്നൊക്കെ സുധിയുടെ മുഖത്തടിച്ചതുപോലെ സച്ചി തുറന്നു പറയുകയാണ്. അവിടെ ഇത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള വിലയുണ്ടടാ, ഇപ്പോഴെങ്കിലും നിനക്കത് മനസ്സിലായോ? അതേസമയം രേവതിയും ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഈ സമയത്ത് ഞാൻ നിന്നോട് ചോദിക്കുന്നത് മോശമാണെന്നറിയാം, എങ്കിലും എനിക്ക് ചോദിക്കാൻ തോന്നി. ഇന്ന് നീ പറഞ്ഞു നിന്റെ ഭർത്താവ് കാറ് സെയിൽ ചെയ്യാൻ പോവുകയാണെന്ന്. നല്ല ഷർട്ട് ഇടണം, വെച്ചിട്ടേ പോകാൻ പാടൂ. ആ സമയം എൻ്റെ ഭർത്താവ് ഒരു വെറും ഡ്രൈവറല്ലേ എന്നും പറഞ്ഞ് നീ അപമാനിക്കുകയും ചെയ്തല്ലോ. ഏച്ചുമിനിക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് പാർക്കിൽ പോയി ചുമ്മായിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ത്രീയുടെ ജോലിയുടെ മഹത്വത്തിനെ പറ്റിയാണ് നീ അന്ന് പറഞ്ഞ് ആളാവാൻ നോക്കിയത്. എന്തായാലും സച്ചിയും രേവതിയും കൂടെ കണക്കിന് കൊടുക്കുന്നുണ്ട് 2 പേർക്കും കൂടി. ശ്രുതിക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ശരിക്കും ഉരുകി പോവുകയാണ്. ചന്ദ്രമതി ആണെങ്കിലും പഞ്ചപുച്ഛമടക്കി തലതാഴ്ത്തി നിൽക്കുവാണ്. ഇത്രയും പിന്നീട് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഈ ജോലിയില്ലാത്ത കാര്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്? നിന്റെ ഭാര്യയോടെങ്കിലും നിനക്കത് തുറന്നു പറയാമായിരുന്നല്ലോ, അതിനെന്താ കുഴപ്പം? സച്ചിയാണ് അതിന് മറുപടി പറയുന്നത്. അത് പിന്നെ ഇവളും കൂടെ അറിഞ്ഞിട്ടായിരിക്കും. ഇവരെല്ലാവരും കള്ളക്കൂട്ടങ്ങളാണ് അച്ഛാ, ഇവര് കള്ളത്തരമേ പറയൂ. ഏതായാലും സച്ചിയുടെ കയ്യിൽ നിന്ന് ഈ ഒരു ആരോപണം കൂടെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി അങ്ങ് തകർന്നു പോവുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് ഓടിപ്പോകുന്നു. ശ്രുതിയും പിന്നാലെ ചെല്ലുന്നുണ്ട്. ശ്രുതിയെ ശ്രുതി റൂമിനകത്തേക്ക് കയറ്റുന്നില്ല.
വേഗം തന്നെ ശ്രുതിക്ക് നേരെ കതകടച്ച് അവിടെ കരഞ്ഞിരിപ്പാണ്. ശ്രുതിയുടെ അവസ്ഥ കാണുന്ന രവീന്ദ്രനാണെങ്കിൽ ശ്രുതിയെ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ ഞങ്ങളുടെ അടുത്ത് കള്ളം പറയുന്നതും ചെയ്യുന്നതൊന്നും ആദ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നിന്നെ വിശ്വസിച്ച് ഒരു ഭാര്യ ഇവിടെ ഉണ്ട്, അക്കാര്യം നീ മറക്കരുതായിരുന്നു. അവളെയാണ് നീ പറ്റിച്ചത്. നീ ആദ്യം അവളോട് ചെന്ന് മാപ്പ് പറ. ചന്ദ്രമതിയാണെങ്കിലും പിന്നീട് ശ്രുതിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലായിരുന്നോ എന്തെങ്കിലും ഒരു ജോലി നോക്കണമെന്ന്? ഇപ്പം എല്ലാവരും എല്ലാം അറിഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? നീ എന്തായാലും ആദ്യം പോയി ആ ശ്രുതിയെ ഒന്ന് പോയി മനസ്സിലാക്ക് എന്നും പറഞ്ഞ് ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുകയാണ് ചന്ദ്രമതി. ശ്രുതിയാണെങ്കിൽ ഒരേ കരച്ചിലിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. സങ്കടവും നാണക്കേടും അങ്ങനെ എല്ലാം കൊണ്ടും തകർന്നു പോയൊരവസ്ഥയിലായിരിക്കും ശ്രുതി ഉണ്ടാവുക. ആ സമയം ശ്രുതിയെ ഒന്ന് പതുക്കെ തൊടാൻ നോക്കുമ്പോഴത്തേക്കും ഒട്ടു പോകരുത് എന്നെയെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. നിങ്ങളെന്നെ തൊട്ടു പോകരുത്, നിങ്ങളെന്നെ ചതിക്കുകയല്ലേ ചെയ്തത്, എന്നോടൊരു വാക്ക് നിങ്ങൾ പറഞ്ഞു. എല്ലാ ദിവസവും ജോലിക്കാണെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലൂടെ നിങ്ങൾ പോയപ്പോൾ ഒരിക്കലെങ്കിലും എന്നോട് സത്യം പറയണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ. നിങ്ങളെ ആത്മാർത്ഥമായി വിശ്വസിച്ച് എന്നോട് തന്നെ ഇങ്ങനെ ചെയ്യണം ശ്രുതി. ഏതായാലും ശ്രുതി അപ്പോൾ പറയും, നിന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതികൊണ്ടാണ് ശ്രുതി ഞാൻ എല്ലാം മറച്ചു വെച്ചത്. ഇത് മാത്രമല്ല, ഈ സച്ചി എന്നെ പണ്ടത്തെ കാര്യങ്ങൾ പറഞ്ഞ് എപ്പോഴും കുത്തി നോവിക്കാറുണ്ട്. ഇതും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെയും നിന്നെയും ഒക്കെ ഇവിടെ അപമാനിക്കും എന്നൊക്കെയുള്ള കാരണങ്ങളാണ് ശ്രുതി പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയും, എന്നിട്ട് ഇപ്പം എന്താ സംഭവിച്ചത്? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നാണം കെട്ടുപോയില്ലേ? യുവതിയുടെയും സച്ചിയുടെയും എല്ലാവരുടെയും മുമ്പിൽ ഞാൻ തല കുനിച്ച് നിന്നില്ലേ? എല്ലാത്തിനും നീയല്ലേ കാരണം. ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? നീ കാരണം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ അവമാനിക്കപ്പെട്ടു എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് ശ്രുതി. ആകെ നിസ്സഹായനായി പോവുകയാണ്. പലതും പറഞ്ഞ് ന്യായീകരിച്ച് ശ്രുതിയെ കൺവിൻസ്ഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശ്രുതി ഒന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം താൻ അനുഭവിച്ച വേദനയും നാണക്കേടും തന്നെയാണ് ശ്രുതി എല്ലാത്തിനേക്കാളും വലുതായി, ശ്രുതിയുടെ അവസ്ഥയെക്കാളും വലുതായി കണക്കാക്കുന്നത്. ശ്രുതിയുടെ മുഖത്ത് നോക്കി തന്നെ പറയും, ഇനി നിങ്ങൾ എന്നെ തൊട്ടുപോകരുത്, എൻ്റെ കൺമുന്നിൽ പോലും ഇനി നിങ്ങൾ കണ്ടുപോകരുത്. ശ്രുതിക്കറിയോ നിന്നെ ഞാൻ എത്രമാത്രം വിശ്വസിച്ചിട്ടുണ്ടെന്ന്? മാത്രമല്ല എത്ര കാര്യങ്ങൾ തരണം ചെയ്തിട്ടാ ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്നുള്ളത് നിനക്കറിയോ? ഞാൻ സ്നേഹിച്ച ആരും എന്നെ ആത്മാർത്ഥമായി തിരിച്ച് സ്നേഹിച്ചിട്ടില്ല. നീയും അങ്ങനെ തന്നെയാ. എല്ലാവരും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയാണ് ശ്രുതി. നീ കുറച്ചൊക്കെ കള്ളത്തരം പറയുമെന്ന് എനിക്കറിയാം, എങ്കിലും നീ ഒരു നിഷ്കളങ്കനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ നീ എന്നെ ശരിക്കും ചതിച്ചു ശ്രുതി. എന്നോടിനി നീ ഒന്നും സംസാരിക്കണ്ട, എനിക്കിനി നിന്നെ കാണുകയും വേണ്ട, നീ എൻ്റെ കൺമുന്നിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ്. ശ്രുതി ശരിക്കും ഒച്ച വയ്ക്കുകയാണ് ശ്രുതിയുടെ നേരെ. അങ്ങനെ ശ്രുതിക്ക് നേരെ വാതിൽ കൊട്ടിയടയ്ക്കുന്ന ശ്രുതി പിന്നീട് തൻ്റെ സങ്കടങ്ങൾക്ക് ഒരിത്തിരി ആശ്വാസം ലഭിക്കാനെന്നോണം മീരയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ നിന്നറിയുന്ന മീര ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്നേ പറഞ്ഞില്ലായിരുന്നോ ശ്രുതി, അവൻ ജോലിക്കൊന്നും പോകാൻ പോകുന്നില്ലെന്ന്. അവൻ ഭയങ്കര മടിയനാണെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. അന്ന് ആ പാർക്കിൽ വെച്ച് അവനെ കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. അത് ഞാൻ നിന്നോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് നീ എൻ്റെ വാക്കുകളെ എതിർത്തുകൊണ്ട് അവൻ്റെ കൂടെ നിന്നു. ഇപ്പം എങ്ങനെയായി? ഇപ്പം ഞാൻ പറഞ്ഞതല്ലേ ശരിയായത്? അപ്പോൾ മീരയുടെ വാക്കുകൾ കേൾക്കുന്ന ശ്രുതിയും പറയും, എനിക്കറിയായിരുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിലല്ലേ ഞാനിതൊക്കെ അറിയൂ. ഞാൻ എല്ലാവരുടെ അടുത്തും ആകെ നാണം കെട്ടുപോയി. ആ രേവതിയുടെ മുഖത്തും വർഷയുടെ മുഖത്തുമൊക്കെ ഞാൻ ഇനി എങ്ങനെ നോക്കും? മീരയ്ക്കാണെങ്കിലും ശ്രുതിയുടെ അവസ്ഥ നന്നായി മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം മീര ശ്രുതിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഇപ്പോൾ അവന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് ഇത്രമാത്രം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നീ ആലോചിച്ചിട്ടുണ്ടോ നീ എന്തൊക്കെ കാര്യങ്ങൾ അവനിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടെന്ന്? അതൊക്കെ അവൻ എന്തെങ്കിലും അറിയുമ്പോൾ എല്ലാം പറഞ്ഞ് നിന്നെയും കുറ്റപ്പെടുത്തില്ലേ? അതിനെപ്പറ്റിയൊക്കെ നീ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശ്രുതി? നിന്റെ അമ്മായിയമ്മയും ഭർത്താവും ഒക്കെ ഇതിനോട് എങ്ങനെയാ പ്രതികരിക്കാമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കാൻ മീര പറഞ്ഞപ്പോൾ ശ്രുതിക്ക് അത് കേട്ട് വളരെ സങ്കടമാവുന്നുണ്ട്. കാരണം താനും പല തെറ്റുകളും മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതി അവനെ പൂർണ്ണമായും വെറുക്കാനുള്ള ഒരു അവകാശമൊന്നും ഒരു ന്യായമൊന്നും തൻ്റെ ഭാഗത്തും ഇല്ല എന്ന് മനസ്സിലാക്കുകയാണ് ശ്രുതി. പക്ഷം മീര തുടർന്ന് പറയുന്നുണ്ട്, അവനിപ്പോൾ ഒരു ജോലി ഇല്ലെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ പ്രശ്നം അവനൊരു ജോലി കിട്ടിയാൽ തീരാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇതൊരു വലിയ പ്രശ്നമാക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാ ഞാൻ പറയുക. ഏതായാലും ശ്രുതി അപ്പോൾ പറയും, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മീരെ. സച്ചി ഒരു കള്ളുകുടിയനായതുകൊണ്ട് തന്നെ രേവതിക്ക് ആ വീട്ടിൽ ഒരു വിലയും കിട്ടുന്നില്ല. അതുപോലെ തന്നെയായിരിക്കില്ലേ ഇനി എൻ്റെയും അവസ്ഥയും. ശ്രുതിക്ക് ജോലിയില്ലാത്ത കാരണം എന്തൊക്കെ പേര് പറഞ്ഞ് അവരെന്നെ കളിയാക്കുമെന്ന് ഓർത്തിട്ട് എനിക്ക് ആ വീട്ടിൽ പോകാനേ തോന്നില്ലെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ മീര വീണ്ടും ഉപദേശിക്കുന്നുണ്ട് ശ്രുതിയെ, നീ അതും ഇതും പറഞ്ഞിങ്ങനെ ഇരിക്കല്ലേ. അവിടെ ഇപ്പോൾ ശ്രീകാന്ത് വർഷയെ കല്യാണം കഴിച്ചു. അതിനോടനുബന്ധിച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി. അവരെ തിരിച്ച് വീട്ടിലോട്ട് വിളിച്ചില്ലേ? അതുപോലെ ഈ പ്രശ്നവും നീ അങ്ങ് മറന്നേക്ക്, വലിയ പ്രശ്നം ആക്കല്ലേ.
ഞാൻ എന്തായാലും ഒരു ചായ എടുത്തിട്ട് വരാം, ചായ കുടിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം, നീ അതുകൊണ്ട് വിഷമിക്കാതിരിക്കും ശ്രുതി എന്നൊക്കെ പറഞ്ഞ് മീര ചായ എടുക്കാനായി കിച്ചണിലേക്ക് പോകുന്നു. പക്ഷേ മീരയൊക്കെ എത്ര ആശ്വസിപ്പിച്ചിട്ടും ശ്രുതിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു കാര്യം ശ്രുതിക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ ശ്രുതി മീരയോട് ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. മീര ചായയുമായിട്ട് തിരിച്ചു വരുമ്പോൾ ശ്രുതി അവിടെയൊന്നും കാണുന്നില്ല. ശ്രുതി എവിടെ പോയെന്നറിയാതെ ഇക്കാര്യം ശ്രുതിയെയും വിളിച്ച് മീര അറിയിക്കുന്നുണ്ട്. മീരയോട് പോലും പറയാതെ ശ്രുതി എവിടേക്കായിരിക്കും പോയിരിക്കുക എന്നുള്ളത് അടുത്ത ഭാഗത്തിൽ പറയുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.